നമുക്ക് ഫിഷ് സ്പെഷ്യൽ താറാവ് കറി ഉണ്ടാക്കാവേ. അതിന് കഴുകി വൃത്തിയാക്കി വെച്ച താറാവ് കുക്കറിലേക്ക് ഇടാം. നല്ല വേവാണ് ഈ താറാവിനെ, നാടൻ താറാവ്, അതാണ് നമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്നത്. ഇനി 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്തൊന്ന് ഇളക്കിയിട്ട് തേങ്ങയുടെ 3/4 പാലും കൂടി ഒഴിച്ച് നമുക്ക് ഒരു 2-3 വിസിലടുപ്പിക്കാവേ. നമുക്കിനിയും കുക്കർ അടച്ച് വെച്ച് വേവിക്കാവേ. നമുക്ക് താറാവ് കുക്കറിനകത്ത് വെന്ത് വരുമ്പോഴേക്കും ബാക്കിയുള്ളതിന് ചേർക്കാനുള്ള കൂട്ടുണ്ടാക്കാമേ. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ, ഞാൻ എണ്ണയാണ് ഉപയോഗിക്കുന്നത്, നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കും. അത് കഴിച്ചു. എന്നിട്ട് നമുക്ക് കടുക് ഇടാവേ. ഒരു ടീസ്പൂൺ കടുക്. നമ്മുടെ കടുക് പൊട്ടി ഇതിന് പെരുംജീരകവും മറ്റുള്ള സ്പൈസസും എല്ലാം കൂടെ കുറച്ച് വെറുതെ വെച്ചിട്ടുള്ളത് ഇട്ടാൽ മതിയേ. ഒരു ബേ ലീഫ്, 2 വറ്റൽമുളക്, സവോള, ചെറിയുള്ളി, കറിവേപ്പില, ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. പെട്ടെന്ന് വെള്ളാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളിപ്പൊടി ഇട്ട് കൊടുക്കാവേ. സവാള വഴണ്ട് വന്നപ്പോഴത്തേനും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് ഇളക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറിയത് വരെ ഇളക്കാം. നമുക്ക് ഉള്ളിയും ഇഞ്ചിയും എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിളക്കാവേ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിളക്കിയിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാവേ. ഇളക്കി കൊടുക്കാം. മല്ലിപ്പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലപ്പൊടിയും കൂടി ചേർക്കാം. ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാല കൂടെ. താറാവ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം താറാവിൻ്റെ സ്റ്റോക്ക് കൂടെ ഒഴിക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോഴത്തേനും നമുക്കതിനകത്ത് ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് ഇളക്കാതെ നമുക്ക് നമ്മുടെ താറാവിനെ കൂടെ, വെന്ത താറാവിനെ കൂടെ ഇതിനകത്ത് കൊടുക്കാം. നമ്മൾ 2ാം പാലോടെ ഒഴിച്ച് എല്ലാം നന്നായിട്ട് മസാലയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൂട്ടി ഒഴിച്ച് വേകട്ടെ. താറാവ് നന്നായി തിളച്ച് കുറുകുമ്പോഴത്തേന് നമുക്കൊരു 1/4 മുറി തേങ്ങയുടെ പീരയും 1 പിടി അണ്ടിപ്പരിപ്പും കൂടിയിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം.
കാൽമുറി തേങ്ങയുടെ പീരയും അണ്ടിപ്പരിപ്പും കൂടെ അരച്ചെടുത്തിട്ട് വരാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ചെറിയ ഉള്ളി, 2 വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാമേ. ഇത് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഉള്ളി ഇത് വഴണ്ട് വരുന്ന സമയത്തേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും തേങ്ങയും കൂടെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പും കൂടെ അരച്ചത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ 1/4 പാലും കൂടെ ഒഴിച്ച് തിളയ്ക്കുന്നതിന് മുമ്പേ നമുക്ക് വറവും കൂടി ഇട്ട് ഇറക്കാം. ഉപ്പും എരിവുമെല്ലാം നമ്മുടെ മപ്പാസിന് കറക്റ്റാണ്. നോക്കിയതായിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമ്മുടെ താറാവ് മപ്പാസ് റെഡി ആയിട്ടുണ്ട്. പാലപ്പം താറാവ് കറിയും കൂടെ കഴിക്കാവേ. എൻ്റെ മോള് കഴിച്ചിട്ട് പറയുവേ.